Hi my dear viewers, NAKSHATHRA 916 Golden Diamonds. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തേക്കുവാണ്. നമ്മുടെ പരസ്പരവും നമ്മുടെ ടർക്കിഷും കൂടെ കൂട്ടിക്കലർത്തി ഞാനൊരു അടിപൊളി സെറ്റ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിചയപ്പെടാം. അതിനകത്ത് ഇപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 പവനിൽ താഴെ വരുള്ളൂ. ഏകദേശം 2 പവൻ ആ ഒരു റേറ്റ്, 2 പവന് താഴെ ചെറിയ മില്ലി വ്യത്യാസം, ഏകദേശം ഒരു 82,500 ആ ഒരു റേറ്റൊക്കെയാണ് ആവറേജ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ആണ്. ഞാനിപ്പോൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് തൊട്ട് ക്യൂട്ടായിട്ടുള്ള തൊട്ടുള്ള നമ്മുടെ പരസ്പരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 2 ഗ്രാം മുതലുള്ള മാലകളുടെയൊക്കെ കാര്യങ്ങൾ, അതും കുറച്ച് ടർക്കിഷ് വെറൈറ്റിക്ക് വേണ്ടി ടർക്കിഷ് ബാംഗിൾസ് ഒക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊരു കിഡിലൻ മോഡലാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പർച്ചേസ് ചെയ്യാൻ വരാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കൂടി ചെയ്യാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ, വമ്പൻ ഓഫറാണ്. 3 സ്കൂട്ടറാണ് നമ്മൾ പ്ലഷർ പ്ലസ് സ്കൂട്ടറാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക. ഇനി സെയിൽ ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല, അധികം ഞാൻ നീട്ടുന്നില്ല. അപ്പം ഞാൻ കുറേ മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലൈറ്റ് വെയിറ്റിൻ്റെ മോഡൽസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് മോഡൽസ് കടഞ്ഞ് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ സെറ്റ് റെഡിയാക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാം ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അതും കൂടി ഞാൻ മുൻനിർത്തിയാണ് ഇതൊക്കെ ഞാൻ ഇതേപോലെ ഒരു സെറ്റ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാലയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചെയിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ചെയിൻ നോക്കിക്കോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ 2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് 5 പിടിയും 6 പിടിയും പരസ്പരം ചെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് വെയിറ്റ് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് അതും ഞാൻ ലൈറ്റ് വെയിറ്റിലാണ് വെച്ചേക്കുന്നത്. 2 ഗ്രാമിൻ്റെയാണ് വെച്ചേക്കുന്നത്. പരസ്പരം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഡിയം പോളിഷ് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിന് ആ ഒരു ബോൾസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോക്കറ്റിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. ലോക്കറ്റ് ഇടുന്നവരുണ്ടാവും, എന്നാലും അപ്പോൾ ഇടണം എന്നില്ല. നമുക്ക് ആ ഒരു വെയിറ്റും കൂടെ നമുക്ക് അടുത്തതിൽ കയറ്റി അത്രയും നല്ലത് അല്ലേ. 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റും കൂടി ഇട്ട് 1/2 ഗ്രാമിൻ്റെ റിങ്ങും കൂടെ ആക്കിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോക്കറ്റ് ഇടാതെ ഇട്ടാലും നല്ല ചെയിനിൽ ഒന്നാണ് നമ്മുടെ പരസ്പരം ചെയിൻ. അതിപ്പോൾ വെയിറ്റ് കൂടിയാലും കുറഞ്ഞാലും നല്ലതാണ് കേട്ടോ. ലോക്കറ്റ് വേണം എന്നില്ല. ഇനി നമുക്ക് പാദസരം. അപ്പോൾ ഇത് 2 ഗ്രാമിൻ്റെയാണ്. നമുക്ക് പരസ്പരത്തിൻ്റെ പാദസരവും 1/2 പവനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും അല്ലേ. 1/2 പവൻ എന്ന് പറയുമ്പോൾ ജോഡിയാണ് 1/2 പവൻ. ഞാൻ 1/2 പവൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഒരെണ്ണമാണോ അതോ ജോഡിയാണോ. തീർച്ചയായിട്ടും ജോഡിയാണ് 1/2 പവൻ വരുന്നത്. നല്ല അടിപൊളിയായിട്ടല്ലേ, നല്ല സ്ട്രോങ് കൊളുത്തൊക്കെ ഇട്ട് നിങ്ങൾ നോക്കിക്കേ, നല്ല സുന്ദരമായ കാലുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക, നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ഗോൾഡും ഫുള്ളായിട്ട് നമുക്ക് ഒരേപോലെ തന്നെ വൈറ്റ് ഗോൾഡും ഗോൾഡ് ബോളും കൂടെ മിക്സായിട്ട് വന്നേക്കുന്ന നല്ല സൂപ്പറായിട്ടാണല്ലോ വന്നേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബോക്സ് ചെയിൻ ആട്ടോ വന്നേക്കുന്നത്. നിങ്ങൾ അതും കൂടെ നോക്കണം. നമുക്ക് ഇടയ്ക്ക് ബോക്സ് ചെയിൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ടാകും. ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു അല്ലേ, പേളിൻ്റെയൊക്കെ ഇതേപോലെ സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പേളും കല്ലും കരിമണിയൊക്കെ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഈ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പാദസരം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള പാദസരങ്ങളെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മാലയും കണ്ടു, പാദസരവും കണ്ടു. അപ്പോൾ പാദസരത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബോക്സ് ചെയിൻ ആണ് വെച്ചേക്കുന്നത്. 1/2 പവൻ ജോഡി, 1/2 പവനിൽ നല്ല ക്യൂട്ടായിട്ടല്ലേ. കുറേ പേര് സിമ്പിളായിട്ട് ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് പാദസരം ഇടണമെന്ന് പണ്ടോട്ടുള്ള ആഗ്രഹമല്ലേ. എനിക്കൊക്കെ പണ്ടോട്ട് പഠിച്ചുകൊണ്ട് നടന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷെ മേടിച്ച് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും അതേപോലെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് 1/2 പവൻ്റെയൊക്കെ മേടിച്ചിട്ട് കൊടുക്കാം. കാരണം അത്രയും ലൈറ്റ് വെയിറ്റിൽ നമ്മുടെ നക്ഷത്രയിൽ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ടാവും. റോഡിയം പോളിഷൊക്കെ മിക്സ് ആയി വന്നേക്കണം. കാണാനും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നല്ല ക്യൂട്ടായിട്ട് ഇരിക്കും. ഇപ്പം ഞാൻ ടോട്ടൽ റേറ്റ് ആണ് ആദ്യം പറഞ്ഞത്. നമുക്ക് ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം കേട്ടോ. ഇപ്പോൾ ജോഡി ഇതിപ്പോൾ ഞാൻ കാണിച്ച പോലെ എല്ലാ സെറ്റും കൂടെ എടുക്കണം എന്നില്ല. സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓരോന്നും വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പാദസരത്തിന് ഏകദേശം ഒരു 20-200 വരുന്നുള്ളൂ. ഓരോന്നും ഞാൻ പറയേണ്ടതല്ല, ഞാൻ എല്ലാ വീഡിയോസിലും അപ്രോക്സിമേറ്റ്ലി റേറ്റ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സെറ്റിൻ്റെ റേറ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏകദേശം. അപ്പോൾ നമ്മളിപ്പോൾ മാലയും കണ്ടു, നമ്മൾ പാദസരവും കണ്ടു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പോകാം. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ടർക്കിഷും ഞാൻ മിക്സ് ചെയ്തെന്ന് പറഞ്ഞത്. എന്താണെന്നറിയാവോ,
നമ്മൾ ഫസ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് നോക്കുകയെ 2 ഗ്രാം 100 മില്ലിയുടെ ഏകദേശം ഒരു 10,300 വരുന്ന റേറ്റിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്, ഒരു അടിപൊളി കൈ ചെയിനാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതും നമുക്ക് പരസ്പരം ചെയിനിൽ തന്നെ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മാച്ച് ചെയ്തിടാം. ഒരു പരസ്പരം ഒരാളെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അല്ലേ? അത്രയും വെറൈറ്റി ആയിട്ട് എല്ലാം പരസ്പരം തന്നെ ഇടുമ്പോഴത്തേക്കും കണ്ടോ. 2 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പരസ്പരം. നമുക്ക് പിന്നെ 3 ഗ്രാം 4 ഗ്രാം 6 ഗ്രാം എത്രയോ വെയിറ്റ് കൂട്ടണോ അത്രയോ പരസ്പരത്തിൻ്റെ ഭംഗിയും നമുക്ക് കൂടും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ വളയാണ്. നമുക്ക് പരസ്പരത്തിൻ്റെ വള കിട്ടില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് മാച്ച് ചെയ്യണ രീതി നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം അല്ലേ? നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നണുണ്ടോ? ആ ഒരു ടർക്കിഷിൻ്റെ പരസ്പരത്തിൻ്റെ തമ്മിൽ ടർക്കിഷിൻ്റെ ഒരു 3.25 ഗ്രാമിൻ്റെ ഒരു അടിപൊളി വളയാണ്, വലിയവർക്ക് ഇടാൻ പറ്റിയേക്കണ വളയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. നമുക്ക് അതിട്ടാലും നമുക്ക് സെയിം പരസ്പരം ആ മോഡൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എത്രയോ ബെറ്റർ ആയിരിക്കും നമുക്ക് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അത്രയും ക്യൂട്ടായിട്ടാണ് ആ വള ഇരിക്കുന്നത് അല്ലേ? നേരിയ കമ്പിയിൽ ലൈറ്റ് വെയിറ്റ് തൊട്ട്. അതിൻ്റെ വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നത്തെ വീഡിയോ പോയി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ കൈ ചെയിനും കണ്ടു, വളയും കണ്ടു. ഇനി മോതിരത്തിലേക്ക് നോക്കിക്കേ നിങ്ങൾ. നമ്മൾ അതേപോലെ തന്നെ പരസ്പരം നമുക്ക് മാച്ചായി വരുന്ന നമ്മുടെ ടർക്കിഷിൻ്റെ റിങ്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട്. ടർക്കിഷിന് തന്നെ ഒരു സിംഗിൾ ലെയറിൻ്റെ ഉണ്ട്, ഇത് ഡബിൾ ലെയറിൻ്റെ ഉണ്ട്. ഇത് ഏകദേശം 1.25 ഗ്രാമൊക്കെ വരുന്ന ഒരു റിങ് ആണ്. കണ്ടോ, ഡബിൾ ലെയറിൽ. സിംഗിളായിട്ട് വേണമെങ്കിൽ നമുക്ക് 1 ഗ്രാം 1.200 ആ ഒരു റേറ്റിലും ആ ഒരു വെയിറ്റിലും കിട്ടും. കണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ? ആ കയ്യിൽ ഇട്ടപ്പോഴത്തേന്നെ നല്ലൊരു കൈ ചെയിനും വളയും ആ മോതിരവും കൂടെ. അപ്പോൾ ഞാൻ രണ്ടും വെച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ കയ്യിൽ സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കയ്യിൽ വളയും ഒരു കയ്യിൽ കൈ ചെയിനും കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് ഇടാം. ഓക്കെ, ഇനി കമ്മലിലേക്ക് പോകാം. കമ്മൽ നമുക്ക് ഇതിന് മാച്ച് ചെയ്തത് റോഡിയം പോളിഷ് വരുന്ന ഒരു കമ്മലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഞാനിതും ഒരു 1.25 ഗ്രാമിൻ്റെ തന്നെ ഒരു സ്റ്റഡ് മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹാങ്ങിങ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് അധികം വലിയ നമ്മൾ ആ ഒരു മാലയൊന്നും അല്ലല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് മാച്ച് ചെയ്ത് അത്രയും ചെറുതായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡും കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് 1 ഗ്രാമിൻ്റെ ഇതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് ചേർത്തത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ച് ഇടാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം ഇടണം എന്നുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇടണം എന്ന് ഞങ്ങൾ പറയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മുടെ നക്ഷത്ര നിങ്ങൾക്കായി ഏറ്റവും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ 7 ബ്രാഞ്ചിലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക. ഇതിപ്പോൾ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കമ്മൽ കാണിച്ചു, കൈച്ചെയിൻ കാണിച്ചു, വള കാണിച്ചു, പാദസരം കാണിച്ചു, മോതിരം കാണിച്ചു, മാല കാണിച്ചു. ഏറ്റവും ലൈറ്റ് വെയിറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തണം. എന്നാലേ പുതിയതായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ, പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കൂടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞാനൊരു ചെറുതായിട്ടൊരു വീഡിയോ നല്ലൊരു ക്യൂട്ടായിട്ട് ലൈറ്റ് വെയിറ്റിൽ ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്യൂട്ട് വീഡിയോ. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതേപോലെ തന്നെ കുറേ പേര് എന്നോട് സിംഗപ്പൂർ കളക്ഷൻസിൻ്റെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്യൂട്ട് കളക്ഷനുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്. നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.